ഗുഡ് മോർണിംഗ് ചേട്ടായി. ചേട്ടായി, സമയം എത്രയായി നോക്കിയേ. രഘു ഈസ് ഓൺ ടൈം, ഷാർപ്പാണ്. ഇനി മുതൽ എല്ലാ ദിവസവും രഘു ഇങ്ങനെയായിരിക്കും ഓഫീസിൽ വരുന്നത്, പഞ്ചുലായിട്ട്. ചേട്ടായി നോക്കിയോ, ഇനി ഇന്നു മുതൽ ഈ ഓഫീസിലുള്ള എല്ലാവരും എന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. എല്ലാവരും എന്നെ റോൾ മോഡലും ആക്കും. ഷാർപ്പ് എന്ന് പറഞ്ഞ പക്ക ഷാർപ്പായിരിക്കും ഇനി ഈ രഘുചന്ദ്രവർമ്മൻ. ബൈ ദ വേ, എത്നിക് ഡേക്കുള്ള പ്ലാൻ എന്താണെന്ന് ചേട്ടായി പറഞ്ഞില്ലല്ലോ. ഐ മീൻ, രാജനന്ദിനി ഡിവിഷൻ ആ ഫംഗ്ഷൻ മാനേജ് ചെയ്യോ അതോ ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റിനെ വിളിച്ചിട്ട് നമ്മൾ? അതൊക്കെ അതായത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നോയിക്കൊണ്ടിരിക്കും. നീ അതൊന്നും തലയിലെടുത്ത് വെക്കണ്ട. യു ഡു യുവർ ഓൺ വർക്ക്. ഓക്കെ? ഏയ് കമോൺ ചേട്ടായി, എന്താ ഇങ്ങനെ ഒരു രസമില്ലാതിരിക്കുന്നേ? ചേട്ടായിക്ക് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? ഇല്ല ഇല്ല രഘു, നോ. അവരവർ അവരവരുടെ ജോലി ചെയ്യണം, ദാറ്റ്സ് ഓൾ. അല്ലാതെ നീ എല്ലാം കൂടെ ഏറ്റുപിടിക്കണ്ട. ഇപ്പൊ പോയി സ്വന്തം ജോലി ചെയ്യാൻ നോക്ക്. നോ ചേട്ടായി, സംതിങ് ഈസ് നോട്ട് ഓൾ റൈറ്റ് വിത്ത് യു. ചേട്ടായി എന്തോ വിഷയത്തിൽ ടെൻഷൻ അടിക്കുന്നു എന്ന് മുഖം കണ്ടാൽ അറിയാം. ഞാൻ ഏതെങ്കിലും മ്യൂസിക് ഇടട്ടെ ഫോണിൽ? എന്റെ ചേട്ടായി ഇങ്ങനെ മൂടിയായിട്ട് ഇരിക്കാൻ പാടില്ല. യു ഹാവ് ടു ബി ഓൾവേസ് ചാർജ്ഡ് ചേട്ടായി. വെയിറ്റ്. മ്യൂസിക് അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട. വേറൊരു ഐഡിയ ഉണ്ട്. എത്നിക് ഡേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റുമായി ഡിസ്കസ് ചെയ്യാം. സോ ഐ കാൺ കോൾ ശ്രീലക്ഷ്മി. ഒരു മിനിറ്റ്. നോ, ഡോണ്ട് കോൾ ഹർ. ആ, മിണ്ടാതിരിക്കേട്ടായി. എത്നിക് ഡേയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ സ്റ്റോറിയും ചേട്ടായി കേൾക്കണം. എന്റെ ചേട്ടായി, അവളുടെ ഒരു കഥ കേട്ടാ മതി, ആ നിമിഷം നമ്മുടെ മൂഡ് ചേഞ്ച് ആവും. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാ. ജസ്റ്റ് വെയിറ്റ്. യാ, രഘു ഹിയർ. കണക്ട് മീ ടു ശ്രീലക്ഷ്മി പ്ലീസ്. വാട്ട്? എത്തിയില്ലേ ഇതുവരെ? ഓക്കെ, ശരി. ചേട്ടായി, അവൾ ഇന്ന് ഓഫീസിൽ വന്നിട്ടില്ല ഇതുവരെ. ശരി, ആവശ്യം വിട്ടേക്ക്. കഴിഞ്ഞില്ലേ? നോ. ഏതായാലും ഞാൻ അവളുടെ മൊബൈൽ ഒന്ന് വിളിച്ചു നോക്കാം. ചിലപ്പോ നടയിലെത്തിയിട്ടുണ്ടാവും. എന്തിന്? ഓഫീസ് വരാത്തവരെ പറ്റി നമ്മൾ എന്തിനാ ചിന്തിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നത്? അവരവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി അവരവർ തന്നെ ജോലി ചെയ്തോളൂ. നീ നിന്റെ പാട് നോക്കാൻ നോക്കിയേ. ഏയ്, അങ്ങനെയല്ല ചേട്ടായി. അവൾ നന്നായിട്ട് കഥ പറയും. ചേട്ടായി അത് കേൾക്കണം. ഉഗ്രൻ കഥകളാ അതൊക്കെ. അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ തന്നെ വന്ന് കഥ പറയണമെന്നില്ലല്ലോ. ഫോണിൽ കൂടെ വേണമെങ്കിലും കഥ പറയാം. വെയിറ്റ്. അയ്യോ രഘു സാർ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ലേറ്റ് ആയതുകൊണ്ട് വിളിക്കുന്നതാവും. നീ പെട്ടെന്ന് ഫോൺ എടുത്ത് കാര്യം അന്വേഷിക്കുക. ഹലോ രഘു സാർ, ഗുഡ് മോർണിംഗ്. ഹലോ സ്റ്റോറി ടെല്ലർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പൊ ഞാൻ ഈ ഫോൺ വിളിച്ചത് ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. ആക്ച്വലി ഞാൻ വിളിച്ചത് ഒരു പേഴ്സണൽ കാര്യത്തിനാ. ചേട്ടാ, ഇതേ ഇവിടെ അപ്സെറ്റ് ആയിരിക്കുക.
ഗുഡ് മോർണിംഗ് സർ. സുഖമില്ലെങ്കിൽ പിന്നെ താനത്തിന് ഓഫീസിലേക്ക് വന്നത്? വേഗം ഇറങ്ങ്, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ വണ്ടി ഇറക്കം വിളിച്ചു പറയാം. സോറി സർ, ഞാൻ സാറിനോട് കള്ളം പറഞ്ഞതാ. എന്താ പറഞ്ഞ? അത് ഞാൻ മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ല. ഫോണില് സംസാരിച്ചപ്പോ സാർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടില്ലേ, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനില്. സത്യം പറഞ്ഞ എനിക്ക് പനിയൊന്നും ഇല്ല സർ, ഞാൻ വെറുതെ പറഞ്ഞതാ. താനെന്താണോ കാണിക്കുന്നത്? എന്നെ കളിയാക്കാണോ താൻ? ഞാനിപ്പോ പരിചയമുള്ള ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചേ ഉള്ളൂ. രാജാറാമിനോട് സിറ്റി ഹോസ്പിറ്റലിൽ റൂം ബുക്ക് ചെയ്യാൻ വരെ പറഞ്ഞു. കള്ളം പറയാനും പറ്റിക്കാനും തനിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ഞാനെന്താ തന്റെ കളിക്കുട്ടിയാണെന്നോ വിചാരിച്ച് ആണോന്ന്? എന്തിനാ നിന്ന് കരയുന്നത്? ഇവിടെ ഒന്ന് കൈവച്ച് നോക്കണം, അപ്പൊ അറിയാം എത്ര വേഗത്തിലായി നെഞ്ചു മിടിക്കുന്നതെന്ന്. ഇപ്പൊ ഒന്ന് ഇന്ന് കരയുന്നു. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു, അത് കേൾക്കുന്നവർ അതിനെ എങ്ങനെ ഏറ്റെടുക്കുമെന്ന്. സോറി സർ, ഐ ആം എക്സ്ട്രീംലി സോറി. ഞാൻ അങ്ങനൊന്നും. നിർത്ത് തന്റെ ഈ സോറി. സോറി മണ്ണാങ്കട്ട. തന്റെ രീതി ഇതാണെങ്കിൽ ഇനി എന്നോട് സംസാരിക്കാൻ വരരുത് താൻ. ഇപ്പൊ ഇറങ്ങിപ്പോവാൻ തനിക്ക് ഈ മുറിയുന്ന ഈ നിമിഷം. ആഹാ ശ്രീലക്ഷ്മി, അപ്പൊ താൻ തിരിച്ചു വന്നു അല്ലേ? സുഖമില്ലെന്ന് പറഞ്ഞല്ലോ, ആർ യു ഓക്കേ നൗ? യെസ് സർ, ഐ ആം ഫൈൻ. ആഹാ, രണ്ടാളും കരയുന്ന മൂഡിലാണല്ലോ. മനസ്സിലായി മനസ്സിലായി. ഇവിടെ എന്താ നടന്നേന്ന് ഞാൻ പറയട്ടെ. വാവ്, ദാറ്റ്സ് വണ്ടർഫുൾ ശ്രീലക്ഷ്മി. ഐ റിയലി ലൈക്ക് ദ വേ യു തിങ്ക്. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് കോസ്റ്റ്യൂമിലായിരിക്കും അല്ലേ? യെസ് സർ. ആ, എത്നിക് ഡേക്ക് ആ ദിവസത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന വിധത്തിൽ നാം നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും വൈവിധ്യത്തിനും ഇണങ്ങുന്ന വിധമുള്ള ഡ്രസ്സുകൾ ധരിച്ചു വേണം ഓഫീസിൽ എല്ലാവരും വരാൻ. ഗുഡ്, വെരി ഗുഡ്. ഇവിടെ നമ്മുടെ പ്രത്യേകത ആ എല്ലാ ഡ്രസ്സും രാജനന്ദിനി ഫാബ്രിക്സ് കൊണ്ടുണ്ടാക്കിയതായിരിക്കണം എന്നുള്ളതാ. അത് നമ്മുടെ സെയിൽസിനെ ഈസിയായി പ്രൊമോട്ട് ചെയ്യും. രാജനന്ദിനിക്ക് സാരികൾ മാത്രമല്ലെന്നും
എല്ലാത്തരം ഡ്രസ്സും ഉണ്ടാക്കാനുള്ള തുണിത്തരങ്ങൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെന്നും കൂടുതൽ കൂടുതൽ ജനങ്ങൾ അറിയാനും ഈ ഷോ കൊണ്ട് ഉപകരിക്കും. ദാറ്റ്സ് മാർവലസ്. ഈ ഐഡിയ ചേട്ടായിക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാ. ഹലോ, എന്താണ് രണ്ടാളും കൂടി ഒരു സീരിയസ് ഡിസ്കഷൻ? രഘു സാർ നല്ല പ്ലസന്റ് ആണല്ലോ. യാ സന്ദ്ര, ഷുവർ. ഐ എം വെരി വെരി ഹാപ്പി നൗ. You know what? Srilakshmi has given us a very good idea. ഇത് ചേട്ടായോട് വേണം നമുക്ക് പ്രസന്റ് ചെയ്യാൻ. സോറി സാർ, ഇനിയിപ്പോ ഒരു ഐഡിയയും രവി സാറിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. സാർ ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു. നാളെ സാർ ഇവിടുത്തെ സെലിബ്രേഷൻ ഉണ്ടാവില്ലെന്നാ രാജാറാം സാറിനോട് പറഞ്ഞിട്ട് പോയത്. ആണോ? എന്നാ സാരമില്ല. ഇത് എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ. ഇത്തവണയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ചേട്ടായി ഒബ്ജക്ഷൻ ഒന്നും പറയില്ല. ഞാനൊന്ന് ഫോണിൽ സംസാരിച്ചോട്ടെ ചേട്ടായോട്. മാഡം, ഒരു നിമിഷം. രവിവർമ്മൻ സാർ എവിടേക്കാ പോകുന്ന അറിയാമോ മാഡത്തിന്? കൃത്യമായിട്ടറിയില്ല. സാർ അങ്ങനെ ഓഫ് മൂഡ് ആവുമ്പോ പോകാറുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസാ. ആണോ? ആയുഷോ? കള്ളം പറഞ്ഞു പറ്റിക്കരുത്. ഞാൻ ഇതിന് കള്ളം പറയണം ശ്രീലക്ഷ്മി? അതുമല്ല, രവിവർമ്മൻ സാറിന് കള്ളം പറയുന്നവരെ തീരെ ഇഷ്ടമല്ല. സാർ ഉടൻ തന്നെ ഒഴിവാക്കും അങ്ങനെയുള്ളവരെ. താനും അതെപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതാ. നൈസ് ഡേ ശ്രീലക്ഷ്മി. അപ്പൊ ഞാൻ കള്ളം പറഞ്ഞതിനായിരിക്കോ സാർ ദേഷ്യപ്പെട്ടു പോയത്? ഈശ്വര, ഇനിയിപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഗുഡ് ഈവനിങ് സർ. താൻ ഇവിടെ ഈ സമയത്ത്? സോറി സർ, സാർ എന്നോട് ഒന്നും പറയാതെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് രാജാറാം സാറിനോട് അന്വേഷിച്ചപ്പോഴാ കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? സാറിന് സുഖമില്ലാത്തോണ്ടാ ഗസ്റ്റ് ഹൗസിലേക്ക് പോയതെന്ന്. ഓ മൈ ഗോഡ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല സാൻഡ്ര. കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതെന്ന് രാജാറാമിനോട് പറഞ്ഞോളൂ. അയാൾ വെറുതെ കഥയുണ്ടാക്കി. എന്നാലും സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിരിക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തീർച്ചയാ. എന്താണെങ്കിലും പറയൂ സാർ, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? അസുഖമില്ലാത്തവന് ചികിത്സിക്കാൻ ഡോക്ടർ വരുമോ? ദിസ് ഇസ് മിയർ സ്റ്റുപ്പിഡിറ്റി, നത്തിങ് എൽസ്. എവിടെ? ഞാനൊന്ന് വിളിക്കട്ടവനെ. മായച്ചി, ശരി, പോയിട്ട് വാ. ഗുഡ് ലക്ക്. താങ്ക് യു. കൃഷ്ണ, രഘുസാറ് ഫോൺ വിളിക്കുന്നടി. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ആ, മോർണിംഗ് മോർണിംഗ്. അതെ, ഇന്നത്തെ സെലിബ്രേഷൻ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ആണ് നടത്തേണ്ടത്. സോ യു ഷുഡ് ബി മോർ ആക്റ്റീവ്.
നമ്മുടെ ഈ സെലിബ്രേഷൻ പത്രത്തിൽ ന്യൂസായി വരുമ്പോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അവർ സെയിൽസ് പ്രൊമോഷൻ. യെസ് സർ, അറിയാം. സാന്ദ്രയോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് താൻ തന്നെ എല്ലാം ഹാൻഡിൽ ചെയ്യണം. അതൊന്ന് ഓർമ്മിപ്പിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാ ചേട്ടാ ഇന്ന് ഓഫീസിൽ വരില്ല. സുഖമില്ല ചേട്ടായിക്ക്, അതാണ് പ്രശ്നം. അയ്യോ, എന്തു പറ്റി സാറിന്? എന്താ അസുഖം? ഏയ് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നുമില്ല, ചെറിയൊരു പനി, അത്രേ ഉള്ളൂ. ആ, ഞാൻ തന്നെ വിളിക്കാൻ കാരണം ചേട്ടായി ഇപ്പോ ഗസ്റ്റ് ഹൌസിൽ റെസ്റ്റ് എടുക്കുകയാണ്. അതുകൊണ്ട് ഇനി ഫോർമലായി ചേട്ടായിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയാനാ. ഞാൻ ഓൾറെഡി എല്ലാം ചേട്ടായിയോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ പെട്ടെന്ന് ഓഫീസിലെത്തിയ കാര്യങ്ങൾ തുടങ്ങിക്കോളൂ. ഞാൻ ഫോൺ വെക്കാം. ആ, എന്താടി, എന്തു പറ്റി? നിന്റെ മുഖം അല്ലാതായല്ലോ. എടിയത് രവി സാറിന് പനിയാണെന്ന്. ആഹാ, നിനക്ക് വന്നതുപോലത്തെ കള്ളപ്പനിയാണോ അതോ ഒറിജിനൽ പനിയാണോ വന്നത്? തമാശ പറയല്ലേ കൃഷ്ണ, എല്ലാം എന്നെ കാരണാടി സംഭവിക്കുന്നത്. ഞാൻ സാറിനെ ടെൻഷൻ അടുപ്പിച്ചതുകൊണ്ടാ സാറിന് പനി വന്നത്. ഞാൻ കള്ളം പറയണ്ടായിരുന്നു. ആദ്യം നീ ഈ നിലവിളിയൊന്നും നിർത്ത്. സാറിപ്പോ എവിടെയുള്ളത്? ഗസ്റ്റ് ഹൌസില്. ഭാഗ്യം, വീട്ടിലല്ലല്ലോ. എന്നാ പിന്നെ നീ ആദ്യം സാറിനെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കണം. അപ്പൊ തീരില്ലേ ഈ വിഷമവും ടെൻഷനും? ഞാനോ? പിന്നെ ഞാനാണോ പോവാൻ? നിങ്ങൾ രണ്ടാളും എപ്പോ സംസാരിച്ചു തുടങ്ങുമ്പോഴും തടസ്സങ്ങൾ വരാറാ പതിവ്. ഇന്നെങ്കിലും പോയി നേരെ ചൊവ്വേ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഈ പനി കൂടി ആകെ കുഴപ്പമായിരിക്കും. പക്ഷെ ഞാൻ എങ്ങനെ പോകൂടി? അത് ഒറ്റയ്ക്ക് ഗസ്റ്റ് ഹൌസില്. ഓ, അതിനാണോ ബുദ്ധിമുട്ട്? നമ്മുടെ പൈലറ്റ് ഇല്ലേ ഇവിടെ, മിസ്റ്റർ ദീപു ത്രിവിക്രമൻ, അവനോട് പറഞ്ഞാ മതി. അവന്റെ ആ ഗ്രൗണ്ടിൽ കളിച്ചോണ്ട് നിൽപ്പുണ്ട്. നീ വാ, ഞാൻ ആദ്യം പോയി അവനെ വിളിച്ചിട്ട് വരാം. Srilakshmi, what are you doing here? മാഡം ചോദിക്കും. ഈ രവിവർമ്മൻ സാർ എന്തിനാ റെസ്റ്റ്, ഏകാന്തത എന്നൊക്കെ പറഞ്ഞ് ഗസ്റ്റ് ഹൌസിൽ തങ്ങുന്നത്? എന്താ സാറിന്റെ ഇന്റൻഷൻ? സത്യം പറയട്ടെ മാഡം, എനിക്കറിയില്ല. എന്തോ ഒരു പ്രധാന തീരുമാനം എടുക്കാനുണ്ടെന്ന് മാത്രം പറഞ്ഞു. തീരുമാനം എന്താണെന്ന് ദൈവത്തിന് അറിയും. ഓ, ഇനി എന്ത് പ്രധാനപ്പെട്ട തീരുമാനം? ശ്രീലക്ഷ്മിക്ക് വേണ്ടി രാജനന്ദിനെ പ്രത്യേക ഡിവിഷനാക്കി തിരിച്ച് അതിന്റെ ഹെഡാക്കിയില്ലേ? ഇനി അതിലും തൃപ്തിയാവാതെയാണെങ്കിൽ അവളെ പിടിച്ച് വർമ്മൻ ഗ്രൂപ്പിന്റെ പുതിയ MD ആക്കാനായിരിക്കും മിസ്റ്റർ രവിചന്ദ്രവർമ്മന്റെ ഉദ്ദേശം. മാഡം പറഞ്ഞത് പരിഹാസമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ശ്രീലക്ഷ്മി മാഡത്തിന് കമ്പനിയുടെ MDയെക്കാളും വലിയ സ്ഥാനം കൊടുക്കുമെന്ന് ഇപ്പൊ എന്റെ സംശയം. MDയേക്കാൾ വലിയ സ്ഥാനോ? What do you mean?
അതെ മാഡം, രവിവർമ്മൻ സാറ് ശ്രീലക്ഷ്മി മാഡത്തിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. അവളുടെ വീട്ടിലോ? എന്തിന്? എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോ മാരേജ് പ്രപ്പോസലിനാണെങ്കിലോ. വാട്ട്? നോ, നെവർ. മാഡം റിലാക്സ് പ്ലീസ്. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോ ശരിയാവണമെന്നില്ല. അപ്പൊ ഈ ഗസ്റ്റ് ഹൗസിലെ ഏകാന്തവാസം അതിനുള്ള മുന്നൊരുക്കമായിരുന്നു. അറിയില്ല മാഡം, അറിയാവുന്നത് ദൈവത്തിന് മാത്രം. ഏതായാലും ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത്. നേരം വൈകി, അപ്പൊ ഞാൻ ഇറങ്ങിയ. ആഹാ, അന്നല്ലോ വിളി. ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ത്രിവിക്രമൻ. ഞാനൊരു സഹായം വേണമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു ഓർമ്മയുണ്ട്. പക്ഷെ എന്ത് സഹായം വേണ്ടെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നില്ല അന്ന്. മാഡം പറയൂ, ഈ ത്രിവിക്രമൻ എന്ത് സഹായം മാഡത്തിന് ചെയ്തു തരേണ്ടേ? കോളനിയിലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നടക്കുന്ന ചില വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ല. മാഡം കുറച്ചുകൂടി വ്യക്തമാക്കാമോ? അത് ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. തൽക്കാലം അവിടെ ആര് വരുന്നു പോകുന്നു മുതലായവയുടെ ഒരു നിരീക്ഷണം വേണം. ആൻഡ് ബി ഇൻ ടച്ച്. ബാക്കി ഞാൻ വഴിയെ പറഞ്ഞോളാം. തീർച്ചയായും ടച്ചിലുണ്ടാവും മാഡം. മാഡം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഈ ത്രിവിക്രമൻ ഇത്തരം സേവനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, താങ്ക്സ്. അയ്യോ, വെറും താങ്ക്സ് മാത്രം പോരാ മാഡം. ഈ ത്രിവിക്രമന്റെ ഇത്തരം റിസ്ക് ഉള്ള സേവനത്തിന് എന്തെങ്കിലും തിരിച്ചുള്ള ഗുണവും വേണം. അത് നിർബന്ധമാണ്. ഒരു പാലമിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഷോ, ഉറപ്പായും ഗുണങ്ങൾ ഉണ്ടാവും, വിശ്വസിക്കാം. അത് മതി. ഈ ത്രിവിക്രമന്റെ സേവനം മാഡത്തിന് 24 hours ഉണ്ടാവും. മാഡം വിളിച്ചാ മതി. എന്നാ വയ്ക്കട്ടെ. ഓക്കെ, ബൈ. ഏവളുടെ ഈ വെപ്രാളം കണ്ടിട്ട് ഇതൊരു ത്രികോണ മത്സരമാണോ എന്നൊരു സംശയം. ത്രിവിക്രമ, നോക്കിയും കണ്ടുമൊക്കെ നിന്ന കാര്യങ്ങളൊക്കെ നീ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. ഇതൊരു പൊളിച്ചെടുക്കൽ പണിയാണ്. അത് നിന്നെ ആരും പഠിപ്പിക്കണ്ടല്ലോ. ഓൾ ദ ബെസ്റ്റ്. എന്റെ എത്ര വലിയ സ്വപ്നമാ എന്റെ കൺമുമ്പിൽ വെച്ച് മറ്റൊരാള് തട്ടിയെടുക്കുന്നത്. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. സാൻഡ്ര, ഡു സംതിങ്. പ്രേമത്തിലും യുദ്ധത്തിലും എന്തുമാകാം, എന്തും. വേണ്ട സർ, പ്ലീസ് ഇനി എന്നോടൊന്നും ചോദിക്കരുത്. പറഞ്ഞ കരഞ്ഞു പോവും ഞാൻ. അത്രേ ഉള്ളൂ. അതിനാണ് താൻ ഈ ഭയക്കുന്നത്. ഓക്കെ, എന്നെ പറ്റി ആളുകൾ പറയുന്നത് പലതും താൻ ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു രാക്ഷസനാണ്. രാക്ഷസൻ. സർ, അങ്ങനൊന്നും കാണിക്കരുത് പ്ലീസ്. ഇതൊക്കെ ഒരു തമാശ അല്ലല്ലോ.
You see? സത്യസന്ധമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അത് തടയാൻ നമുക്ക് കഴിയില്ല. ഈ സമൂഹവും ചില മനുഷ്യരും അങ്ങനെ. എന്നാലും നല്ലവരെ പറ്റി ഇങ്ങനൊക്കെ പറയാന്ന് വെച്ചാ അത് ഒരുതരം രോഗമാണ് ശ്രീലക്ഷ്മി. പിന്നൊരു കാര്യം, ഒരാളെ വ്യത്യസ്തമായ ആംഗിളിലൂടെ നോക്കുന്നവരെ നമുക്ക് മൂക്കയറിടാനും പറ്റില്ല. കാരണം നമ്മളെ ആളുകൾ കാണുന്നത് ഓരോരോ തരത്തിലാണ്. എന്തായാലും തന്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് വീണ്ടും ഒരു ദിവസം ഈ പരിസരം വരെ ഒന്ന് വരാം. അപ്പൊ അയാൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാം. അയാൾക്ക് എന്താ പറയാനുള്ളതും കൂടെ കേൾക്കണമല്ലോ. തൽക്കാലം താൻ ഈ കാര്യം മറന്നളഞ്ഞു. പിന്നെ തനിക്ക് ഇനി മുതൽ ഓഫീസിൽ ജോലിഭാരം കൂടുതലാ. അതിനെപ്പറ്റി വേണം താൻ ഇനി ചിന്തിക്കാൻ. ഞാനാണോ ബിസി അതോ താനാണോ ബിസി എന്നുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും ഇനി ഓഫീസിൽ. അയ്യോ സർ, കോമ്പറ്റീഷനോ? അതും രവിവർമ്മൻ സാറിനോട്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് സർ. യു വിൽ ബി ഓൾവേസ് ദ വിന്നർ. ബാക്കിയുള്ളവരെല്ലാം തോറ്റു തുന്നം പാടുന്ന ഉറപ്പാ. അതിന് താനൊരു സാധാരണ പെൺകുട്ടിയല്ലല്ലോ. താനത് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതല്ലേ. പിന്നെന്തിനാ ഒരു കൺഫ്യൂഷൻ? യു ആർ സമ്മൺ സ്പെഷ്യൽ. നമുക്ക് നോക്കാം ആര് ജയിക്കും ആര് തോക്കും. തൽക്കാലം വാ, ഞാൻ കൊണ്ടാക്കാൻ തന്നെ. കിട്ടുന്നത് കാർ. കമാ. പോം. സർ, കർച്ചീഫ്. അത് താൻ തന്നെ വെച്ചോ, ആവശ്യം വരും. താങ്ക് യു സർ. താങ്ക്സ്. ഓക്കെ. ബൈ സർ. See you. സാർ ആദ്യം പോയിക്കോളൂ, ഞാൻ പിന്നെ പോവാം. നോ ശ്രീലക്ഷ്മി, ഞാൻ തന്റെ ബോസാണ്. ഞാൻ പറയുന്നത് താൻ അനുസരിക്കണം. ആദ്യം തനിക്ക് പോവാം. പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ ഗോ ടു യുവർ ക്ലാസസ്. യെസ് സർ. ബൈ.